നമസ്കാരം. ഞാൻ ഡോക്ടർ ബിനു ബ്രൈറ്റ്, പട്ടം എസ്യൂറ്റി ഹോസ്പിറ്റൽ എമർജൻസി മെഡിസിൻ ഹെഡായി പ്രവർത്തിച്ചു വരുന്നു. നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വിഷയം, നമ്മളിപ്പോൾ വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലത്തേക്ക് കടന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സമയത്തുണ്ടാവാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ നമ്മൾ കാണാൻ സാധ്യതയുള്ള പലതരത്തിലുള്ള രോഗാവസ്ഥകളും അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നതിനെ പറ്റിയുമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഏറ്റവും സാധാരണമായി കാണുന്നത്, കൂടുതലായി കണ്ടുവരുന്നത് സാധാരണ കാണുന്ന ജലദോഷപ്പനികളും റൈനൈറ്റിസ് അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെയാണ്. ഇത് മിക്കപ്പോഴും 5 മുതൽ 7 ദിവസം വരെ നിലനിൽക്കുകയും പലപ്പോഴും നമ്മൾ ചികിത്സ എടുത്താലും ഇല്ലെങ്കിൽ പോലും അത് ശമിച്ച് ആൾ ബെറ്റർ ആവുകയും ചെയ്യുന്നു. എന്നാൽ ഈ ബുദ്ധിമുട്ട് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ വ്യക്തിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ചെറിയ ശതമാനം ആൾക്കാരിൽ ഇത് ഇൻഫ്ലുവൻസ പോലുള്ള അസുഖങ്ങൾ കുറച്ച് കൂടുതലാകാനുള്ളൊരു സാധ്യതയും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് കൂടുതലും ഈ ഒരു അസുഖം ചുറ്റുമുള്ളവരിൽ പടരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. കൂടുതൽ തവണ കൈ കഴുകുക, നമ്മൾ കോമൺ സ്പേസസിൽ പോയി തുമ്മുകയോ ചുമക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മൗത്ത് ഹാൻഡ് കർച്ചീഫ് എന്തെങ്കിലും ഉപയോഗിച്ച് കവർ ചെയ്യുക. ഇതൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്നൊരു സമയമാണിത്. പിന്നെ ഈ സമയത്ത് നമ്മൾ സാധാരണ കൂടുതലായി കാണുന്നൊരു അസുഖമാണ് ഉദര സംബന്ധമായ രോഗങ്ങൾ. ഛർദിൽ, ലൂസ് മോഷൻ, വോമിറ്റിംഗ്, വയറുവേദന. ഇതൊക്കെ ഇതിന് പ്രധാന കാരണം മലിനമായ ജലം ഉപയോഗിച്ചുണ്ടാക്കുന്ന ആഹാര സാധനങ്ങളാണ്. അപ്പോൾ ഈ സമയത്ത് നന്നായിട്ട് ചൂടാക്കി ആറിച്ച വെള്ളം ഉപയോഗിക്കാനും, അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആഹാര സാധനം നന്നായി വൃത്തിയായി കഴിവിന് ശേഷം മാത്രം യൂസ് ചെയ്യാനും ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ ബുദ്ധിമുട്ട് കുറവില്ലെങ്കിൽ ആശുപത്രിക്ക് ശ്രദ്ധിക്കുക. കാരണം വളരെ ചെറിയ ശതമാനം ആൾക്കാരിൽ ഇത് ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് പോലുള്ള അസുഖങ്ങളുടെ ആദ്യ രോഗലക്ഷണങ്ങളാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ സമയത്ത് കൂടുതലായി കാണുന്ന അസുഖങ്ങളാണ് കൊതുക് കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾ. അതിൽ ഏറ്റവും സാധാരണയായി കാണുന്ന ഡെങ്കിപ്പനിയാണ്. പിന്നെ മലമ്പനി പോലുള്ള അസുഖങ്ങളും കാണാറുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്, നമ്മുടെ വീട്ടിന് ചുറ്റുപാടുമുള്ള വെള്ളം കിട്ടുന്ന സാധ്യതകളുള്ള എല്ലാ സിറ്റുവേഷൻസും നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ചെടിച്ചട്ടികൾ, അല്ലെങ്കിൽ നമ്മൾ ഒഴിഞ്ഞിട്ടിരിക്കുന്ന ടയറിൻ്റെ ഉൾവശത്തിൽ വെള്ളം കെട്ടിക്കിടക്കുക. ഇപ്പോൾ നമ്മുടെ വാട്ടർ ടാങ്കിൽ പോലും വെള്ളം കെട്ടിയാൽ അതിൽ കൊതുകുകൾ പെരുകാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം നമ്മൾ മറ്റുന്നത്രയും നമ്മൾ കവർ ചെയ്തും അല്ലെങ്കിൽ അത് വെള്ളം കളഞ്ഞും അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത് ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡെങ്കിപ്പനിയുടെയൊക്കെ ആദ്യ ലക്ഷണം എന്ന് പറയുമ്പോഴത്തേക്കും അതികഠിനമായ ദേഹം വേദന, പനി, നല്ല ശരീരവേദന വിട്ടുമാറുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ വ്യക്തിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഡെങ്കിപ്പനീൻ്റെ ഒരു വശം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബ്ലീഡിങ് പോലുള്ള കോംപ്ലിക്കേഷൻസിനുള്ളൊരു സാധ്യതയും ഇതിലുണ്ട്. ഇനി മഴക്കാലത്ത് ഏറ്റവും നമ്മളെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നൊരു അസുഖം എന്ന് പറയുന്നത് എലിപ്പനിയാണ്. ഇത് പൊതുവേ കാണുന്ന കൃഷിയിടങ്ങളിലും അല്ലെങ്കിൽ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരിലുമാണ് പൊതുവേ കാണാറുള്ളത്. അപ്പോൾ ഇതിലെന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എലിയുടെ യൂറിൻ വന്നിട്ട് വെള്ളവുമായിട്ട് കോൺടാക്റ്റ് വരികയും ഈ വെള്ളം നമ്മുടെ ദേഹത്തുള്ള ചെറിയ മുറിവുകളിലൊക്കെ കോൺടാക്റ്റ് വന്നിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് രോഗാണു പ്രവേശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വ്യക്തികളിൽ നമ്മൾ സാധാരണ കാണുന്ന പോലെ ശരീരവേദന, പനി, ദേഹം വേദനയ്ക്ക് അപ്പുറമായിട്ട് പല തരത്തിലുള്ള നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ വ്യക്തികൾക്ക് ജോണ്ടിസ്, അല്ലെങ്കിൽ പെട്ടെന്ന് മഞ്ഞപ്പിത്തം ഉണ്ടാവുക, കണ്ണിന് ബാക്കിലായിട്ട് ചുമന്ന് തടിച്ചു വരിക, അല്ലെങ്കിൽ ചുവന്ന കളറിൽ കണ്ണിരിക്കുക, ഇങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ വ്യക്തിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രദ്ധിക്കുക. കാരണം എലിപ്പനിയുടെ കോംപ്ലിക്കേഷൻസിലോട്ട് കടക്കുകയാണെങ്കിൽ പലപ്പോഴും അത് ജീവൻഹാനി ഇരിക്കാൻ വരെ അത്രയും സാധ്യതയുള്ള രീതിയിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന ആൾക്കാരെയും കുട്ടികളെയും കുറച്ച് അധികമായി കരുതേണ്ടുന്നൊരു സിറ്റുവേഷനാണ് മഴക്കാലം. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ വ്യക്തികളുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നേരത്തെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ മഴക്കാലത്തുണ്ടാകുന്ന അസുഖങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.